നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇന്ന് കർക്കിടവാവ്. കർക്കിടവാവ് ദിനം പ്രമാണിച്ച് ഇന്ന് ആയിരങ്ങൾ മലമ്പുഴ കടുക്കാങ്കുന്നം മുക്കൈ ശിവക്ഷേത്ര പരിസരത്ത് പിതൃക്കൾക്ക് വാവുബലി തർപ്പണം നടത്തി. വാവുബലി ദർപ്പണത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ലൈവായി കാണാം. ഒരു പൂവെടുക്കുക, ജലത്തിൽ തൊടുക, ചന്ദനത്തിൽ തൊടുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇന്ന് മുക്കൈ ശിവക്ഷേത്രത്തിൽ വന്ന് ഈ പരിപാവനമായ സ്ഥലത്ത് ഈ ഈശ്വര സാന്നിധ്യത്തിൽ വന്ന് ഞങ്ങൾ ആചാര്യ മുഖേന ഇന്നത്തെ ഈ കർക്കിടക മാസ വാവുബലി നമ്മൾ തർപ്പണം ശക്തിക്കനുസരിച്ച് നമ്മളെ കൊണ്ടാവുന്ന പോലെയുള്ള മന്ത്രജപത്തോടുകൂടി പ്രാർത്ഥനാപൂർവ്വം നിർവഹിച്ചു. ആയത് സസന്തോഷം സ്വീകരിച്ചുകൊണ്ട് വിഷ്ണുപാദം യാത്രയാവാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ ഈ അവർ ജീവിച്ചിരിക്കുമ്പോഴോ മരിച്ചു പോയതിനു ശേഷമോ മുൻ ജന്മങ്ങളിലോ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റാപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ പിന്താവനെ സ്വീകരിച്ചുകൊണ്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സന്തതി പരമ്പരകൾക്കും കുലത്തിനും നമ്മുടെ ദേശത്തിനും സർവ്വ ഐശ്വര്യം തരാൻ വേണ്ടി ദോഷങ്ങളൊക്കെ മാറ്റി ഐശ്വര്യം തരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ പൂവിനെ സമസ്താപരാധം പറഞ്ഞുകൊണ്ട് പിണ്ടത്തിലേക്ക് മൂന്ന് സമർപ്പയാമി, മധു സമർപ്പയാമി, ഓം ഗതി സമർപ്പയാമി, ഓം സർവ ആചാര ഉപചാരം സർവധൂപദീപ സമർപ്പയാമി, ഓം സർവ ആചാര ഉപചാര ധൂപദീപം സമർപ്പയാമി. കൈയെടുക്കുക. ഒരു പൂവും കൂടെ പ്രാർത്ഥിച്ചിട്ടിട്ട് 3 പ്രാവശ്യം ഓം നമാന്ന് ജലം കൊടുക്കുക. ഹൃദയം ഒരുക്കി പ്രാർത്ഥിക്കണം. നമ്മൾ ഭൂമിയിൽ വരാൻ കാരണക്കാരായവര് അവരാണ്. ആ സന്തതി ആ പൂർവിക പരമ്പരയാണ്. അതുകൊണ്ട് അവർക്ക് പൂജ ചെയ്താൽ മാത്രമേ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുകയുള്ളൂ. പിതൃക്കൾക്ക് തർപ്പണം കൊടുക്കാതെ നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാലും ഈശ്വരൻ അനുഗ്രഹിക്കുകയെ മുഖം തിരിച്ചു നിൽക്കും. അവർക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കാലത്ത് ഏകദേശം കടഞ്ഞ കാലമായിരുന്നു. ഇവിടുന്ന് പ്രാർത്ഥിച്ചോളൂ. ശിവം, ശിവകരം, ശാന്തം, ശിവാത്മാനം, ശിവോത്തമം, ശിവമാർഗ, പ്രണേതാരം, പ്രണതോസ്മി, സദാശിവം, വനമാലി, ഗതീശാർജി, സംഗീതശ്രീജ, നന്ദകി, ശ്രീമന്നാരായണോ, വിഷ്ണു, വാസുദേവോ, അഭിരക്ഷതോ. ഇനി ബാക്കിയുള്ള പൂവ് ചന്ദനമൊക്കെ കൂട്ടിയെടുക്കുക. ഇനി അവിടെ പൂവും ചന്ദനമൊന്നും വേണ്ട, ക്രിയ കഴിയാണ്. ജന്മാന്തര കൃതാനിച്ച താനി താനി വിനശ്യന്തേ പ്രദക്ഷിണ പതേ പതേ. ഓം കഴിഞ്ഞിട്ടുണ്ടാവും. പ്രതിഷ്ഠ 3 എണ്ണം കഴിഞ്ഞിട്ടുണ്ടാവും. തിരിഞ്ഞു നിൽക്കുക. കായന്റെ വാച മനസ്സേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവ കരോമിയദ്യാൽ സകലം പരസ്മൈ നാരായണായേതി മഹേശ്വരായേതി സമർപ്പയാമി. ഇവിടെ വരുന്ന കുളിക്കാൻ വരുന്നവരെയൊക്കെ അടുത്തു പോകും. അപ്പോൾ നമ്മൾ യാത്രയാക്കാൻ പോകും. അനർത്ഥം ഉണ്ടാക്കും. അവർക്ക് ബന്ധുക്കളെ തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ സർവ ക്ഷമസ്വ ക്ഷമസ്വ ഉദ്വാഭ്യം എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം താഴ്ത്തണം. താഴ്ത്തി ഉയർത്തണം. ഇടത് തോളിൽ കൂടെ പുറകിലേക്ക് കേട്ടില്ലേ? ഇനി നിങ്ങളുടെ കയ്യില് ആ പിണ്ടം എല്ലാ 5 പിണ്ടവും ഒരുമിച്ചാക്കുക. മുടക്കണ്ട, ഒരുമിച്ചാക്കിയാൽ മതി. 5 പേരെയും എല്ലാവരെയും കൂടെ നമ്മൾ വിഷ്ണുപാദത്തിലേക്ക് യാത്രയാക്കുന്നതാണ് സങ്കല്പം. പവിത്രം
വലത് കയ്യിൽ മോതിര വിരലുള്ള പവിത്രം അഴിക്കുക. നമ്മൾ ഭിക്ഷക്കാരന് കൊടുക്കാൻ നോക്കും പോലെ പോക്കറ്റിൽ അനവധി പ്രാവശ്യം കയ്യിൽ നിന്ന് അവസാനം എടുക്കാത്ത പൈസ എടുത്ത് തരരുത്. അത് നിങ്ങൾ ചെയ്യുന്ന പാപമായിരിക്കും. ദക്ഷിണ ശക്തിക്കനുസരിച്ച് സമർപ്പിക്കണത് നിങ്ങൾ ചെയ്യുന്ന ഈ ക്രിയയ്ക്ക് ഇത് കിട്ടാൻ ഫലപ്രാപ്തി കിട്ടണമെങ്കിൽ ദക്ഷിണ സമർപ്പിക്കണം. വഴിപാട് ക്ഷേത്രത്തിൽ ചെയ്യണം. ശ്രദ്ധിക്കുക, ഗ്ലാസ് എടുക്കാതെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഗ്ലാസ്സിനെ അവിടെ കൊണ്ടിടണേ. ജലത്തിലിറങ്ങി കുളിക്കാത്തവര്, കാരണം ചിലപ്പോൾ വീട്ടിൽ നിന്നൊക്കെ കുളിച്ചു വന്നിട്ടുണ്ടാവും, വയസ്സായവർക്ക് ഇറങ്ങാൻ പറ്റില്ല, ചില ആവശ്യതകളുണ്ടാവും. ഒന്ന് പതുക്കെ ഒന്ന് കാല് നനച്ച് ഒന്ന് പ്രോഷിക്കണം, നമശിവായ നാരായണ. അല്ലെങ്കിൽ ഇവിടെ ചെക്കിൽ നിന്ന് വെള്ളം വാങ്ങിയിട്ടായാലും വയസ്സായവർ ഇറങ്ങണ്ട, നഷ്ടാവും. ബാരിക്കേഡ് താണ്ടി അപ്പുറത്തേക്ക് പോകണ്ട, ബാരിക്കേഡിൻ്റെ ഉള്ളിൽ നിന്ന് കുളിക്കുക. ബാരിക്കേഡ് കടന്നു പോകരുത്, അപേക്ഷയുണ്ട്. ബാരിക്കേഡ് കിടക്കാൻ നമുക്ക് അനുവാദമില്ല, നമ്മുടെ അധികാരികൾ സമ്മതിക്കില്ല.